എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ പതിവ് റുട്ടീനൊക്കെ തിരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ട് നമ്മുടെ റുട്ടീനൊക്കെ ആകെപ്പാടെ മാറിക്കിടക്കണമായിരുന്നല്ല. പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പുറത്തേക്കൊക്കെ ഒന്നിറങ്ങി ഒന്ന് കണ്ടതാണ് കേട്ടോ. അതുപോലെ കിളികളുടെ കലവില കേൾക്കുമ്പോഴും അവരുടെ പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതൊന്ന് കേൾക്കാനോ പോയി നോക്കാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അങ്ങനെ നമുക്ക് ആ ഒരു പഴയ ഒരു പ്രഭാതവും അതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ മാറ്റിയത് കുറച്ച് പേര് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അവരിങ്ങനെ ചോദിക്കാറുണ്ട് ഏതാണ് വാഷിംഗ് മെഷീൻ എന്ന്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ LG ആണ് കേട്ടോ. 9 kg ഇപ്പോൾ ഏതായാലും ടോപ്പ് ലോഡ് എടുത്ത് നമ്മുടെ ഫ്രണ്ട് ലോഡ് ഇപ്പോൾ 2 കേടായ സ്ഥിതിക്ക് പറഞ്ഞാൽ ടോപ്പ് ലോഡ് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. വെള്ളം കൂടുതലാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ കൺസംഷൻ ഒരുപാട് കൂടുതലാണ്. അത് മാത്രമാണ് ഇപ്പോൾ ഒരു കുഴപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് കാണിച്ചതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് റിച്ചാർഡ് എടുത്തിട്ട് തന്ന ഫോട്ടോയാണ്. ഇതെല്ലാം മറന്നു കിടന്നിരുന്നൊരു ഫോട്ടോയാണ്. ഇതൊക്കെ എവിടെയോ പോയി എന്ന് വിചാരിച്ച് കിടന്നിരുന്ന ഫോട്ടോയാണ്. റയൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പള്ളിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പുറകിലേക്ക് പോകുമ്പോൾ ഈ നഷ്ടബോധം, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുട്ടികളുടെ ബാല്യം, അതൊക്കെ കാണുമ്പോൾ ഒരു വേദനയാണ് മനസ്സിന്. എങ്കിലും ഇപ്പോൾ കുട്ടികൾ നല്ല രീതിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഒരു സന്തോഷം. എങ്കിൽ തന്നെയും ആ കുട്ടിക്കാലമൊക്കെ നഷ്ടപ്പെട്ടു. ഇതെല്ലാവർക്കുമുള്ള ഒരു വേദന തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ റിച്ചാർഡ് വന്നിട്ട് ഇന്നിപ്പോൾ അത് ബുധനാഴ്ചയാണല്ലോ. ബുധനാഴ്ച ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തേക്കുന്നത് ബുധനാഴ്ച സാറ്റ്ന രണ്ടാമത് ജോലിയിലേക്ക് കയറുന്ന ദിവസമാണ്. വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു ലീവ് എടുത്തതൊക്കെ തീർന്ന് ഇനിയിപ്പോൾ ഇന്നത്തെ 1-ാം തീയതി ജൂലൈ 1 മുതൽ ജോലിക്ക് കയറുന്നു. അപ്പോൾ റിച്ചാർഡൊന്ന് സാറ്റ്നെ അവിടെ കുറച്ച് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് 1-2 കിലോമീറ്റർ അപ്പുറത്താണെന്ന് തോന്നുന്നുണ്ട് ഇവരുടെ ക്യാബ് വരുന്നത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ടൊന്ന് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയിക്കോളും. തിരിച്ച് അവിടെ നിന്ന് തന്നെ നമ്മൾ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ അങ്ങനെ റിച്ചാർഡ് രാവിലെ തന്നെ, റിച്ചാർഡ് കുളിച്ചിട്ടൊന്നുമില്ല, കാരണം വേഗം ആക്കിയിട്ട് ഇങ്ങോട്ട് പോരല്ല. റിച്ചാർഡാണെങ്കിൽ ചെറിയൊരു പനി പോലത്തെ ഒരു അസ്വസ്ഥതകളും തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളിത്തിരി ഒരു തളർച്ചയിലാണ് നിൽക്കണമെങ്കിലും പപ്പ കൊണ്ടുപോയിട്ട് ആക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന ആദ്യത്തെ ദിവസമല്ല. കണ്ടാ ചേച്ചി വന്നേക്കണേ. ചേട്ടൻ്റെ അടുത്ത് പോയി ഇത്തിരി നേരം. ചേച്ചാ ഡോറ് പൂട്ടി പതിയെ ഇറങ്ങിയേക്കണേ. ഞാൻ എന്നിങ്ങനെ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇരിക്കണേ. സ്നാക്സ് സ്വീറ്റ്സ്. അപ്പോൾ റൂബി കാണുന്നുണ്ടെങ്കിൽ ചേച്ചിനെ കണ്ട സന്തോഷം കൊണ്ട് തൊണ്ടക്ക് കെട്ട് വന്നിട്ട് അവളിങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കണമായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഛർദ്ദിക്കണ പോലെ കിടക്ക് കാണിക്കണത്. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോഴും ഈ പിള്ളേയിട്ട് അങ്ങനെയാണ്. ഒരുപാട് സന്തോഷം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് തൊണ്ടയിൽ ഒരു കെട്ട് പോലെ വന്നിട്ട് പിന്നെ അതിങ്ങനെ ഛർദ്ദിക്കണ പോലെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ പിള്ളേയിട്ടാണ് കേട്ടോ കുറച്ച് നാളായിട്ടുള്ളത് തുടങ്ങിയിട്ട്. അങ്ങനെ അത് രണ്ടുപേരോട് ഞാൻ വേഗം വാതിൽ പെട്ടെന്ന് പൂട്ടി ഇറങ്ങി. അല്ലെങ്കിൽ റൂബി ചാടി വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ നിന്നത്. ഇവർ പോയി കഴിഞ്ഞിട്ട് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ ഇടക്ക് നമുക്ക് പിന്നെ തുറന്നൊന്നിറങ്ങി ഇവരെ യാത്രയാക്കിയിട്ടൊക്കെ പിന്നെ കയറണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 7 മണി ആയപ്പോഴത്തേക്കും മോള് പോയിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് റിച്ചാർഡിന് നൂഡിൽസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവന് നൂഡിൽസൊക്കെ വേവിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഈ ടേസ്റ്റ് മേക്കറൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ അങ്ങോട്ട് കൊടുത്തു. പക്ഷേ പനി പോലെ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവന് ഇത് കഴിക്കാനാണ് തോന്നുന്നതെന്നാണ്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, പുട്ടും പഴവും ഉണ്ട്. അത് പക്ഷേ വേണ്ട. അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഇത് കഴിച്ചതോട് കൂടിയിട്ട് ആൾക്ക് പിന്നെ ഛർദ്ദിക്കണമെന്നുള്ള തോന്നൽ തന്നെ ആയി. വല്ലാത്തൊരു ഇതൊക്കെ. പിന്നെ അങ്ങനെ മാറി കുറച്ച് നേരം കിടന്നിട്ടൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ആൾക്ക് ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കണമെന്നുള്ളൊരു തോന്നലായി. അപ്പോൾ ഫ്രൈഡ് റൈസ് ഫ്രിഡ്ജിലുണ്ട്.
അപ്പോൾ ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും ഞാൻ പറഞ്ഞിടാം വയ്യെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണേൽ കൂടെ നല്ലത് എനിക്ക് ഫ്രൈഡ് റൈസ് തന്നെ കഴിക്കണം. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ റിച്ചാർഡിന് ഈ ഇതുപോലത്തെ ഫുഡുകൾ കഴിച്ച് ആകെ ഒരു അവസ്ഥയിലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നണത് ഇത്രയും ദിവസം സാറ്റിനയും കൂടെ ഉണ്ടായിരുന്നല്ല, അപ്പോൾ അത് ഒരു വിഷമം ചിലപ്പോൾ മനസ്സിലുണ്ടാകും. സാറ്റിന അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു മൂഡ് ഓഫ് തോന്നിയിട്ടുണ്ടാകും എന്നൊക്കെ എനിക്ക് തോന്നി. ഇനി അതിൻ്റേതാണ് ആ പനി എന്നൊക്കെ ഞാൻ ഓർത്തിട്ട. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ജോലികളിലേക്ക് കടന്നു കേട്ടോ. പിന്നെ ഷാജിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാള കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനി വെട്ടി. അപ്പോൾ സാറ്റിനെ കാണുന്നുണ്ടെങ്കിൽ മീൻ കറിയൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് വറുക്കാം, കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, പകുതി എടുത്ത് വെക്കാം, പകുതി വറുക്കാം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ മുകളിലത്തെ ബെഡ്ഷീറ്റാണ്, ഇത് ഭയങ്കര വലിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം റിച്ചാർഡ് താഴെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു വാഷിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ്റിന ഉണ്ടെങ്കിൽ രണ്ടാളും കൂടി വിരിച്ചോളും. ഇന്നിപ്പോൾ സാറ്റിന ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങോട്ട് വിരിച്ച്. ഡ്രസ്സ് അധികമില്ല, ഈ ബെഡ്ഷീറ്റായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് പുറകിൽ ബെഡ്ഷീറ്റ് പുറകിൽ വിരിച്ചിട്ട് ബാക്കിയുള്ള ചെറിയ ഇതെല്ലാം ഫ്രണ്ടിൽ കൊണ്ടിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ സ്റ്റാൻഡ് ഡ്രയർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം ഇതുകൊണ്ട് തന്നെ നമുക്ക് തുണി ഉണങ്ങി കിട്ടാനുള്ള. നേരത്തെ നിങ്ങൾ ഓർക്കണുണ്ടാവും, ഞാൻ നമ്മുടെ മുകളിലത്തെ ഹാളില്ലേ അവിടെ കൊണ്ടുപോയിട്ട് അഴകൾ പലതും കെട്ടിയിട്ട് അവിടെ ഇട്ട് ഉണക്കും. അപ്പോൾ പിന്നെ രാത്രിയുമൊക്കെ ഒരു ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നത് ഉണങ്ങും. പക്ഷേ ഇപ്പോൾ പിന്നെ ഇവർ അവിടെ പെരുമാറാൻ ആളുകളുള്ളതുകൊണ്ട് അവിടെ അഴ കെട്ടിയാൽ ശരിയാവില്ല. മറ്റേത് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണേല്ലേ, അതുകൊണ്ട് നമ്മൾ അഴ കെട്ടുമായിരുന്നു. ഇപ്പം അഴ കെട്ടാറില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് തുണികൾ ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ ഉണങ്ങാതെ കിടക്കുകയും ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഡ്രയർ അവിടെ തന്നെ സ്ഥിരമായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റിലിട്ടേക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാം തുണിയിൽ കൊള്ളും, പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും. പക്ഷേ നമ്മുടെ ബാക്ക് സൈഡിൽ അടഞ്ഞിരിക്കുന്നതല്ലേ, അതുകൊണ്ട് ആ ചൂട് വന്നിട്ട് നല്ല രീതിയിൽ ആ ഷീറ്റ് പഴുത്ത് വന്നാലേ താഴെയുള്ള തുണികൾ ഉണങ്ങി കിട്ടുള്ളൂ, വെയിലൊന്നും കയറില്ല. അപ്പോൾ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അത് ഉണങ്ങുന്നതനുസരിച്ചിട്ട് അവിടേക്ക് നമ്മൾ ബാക്കിൽ നിന്ന് എടുത്തിട്ടൊന്ന് വിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ തുണി ഉണക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ചാള പകുതി എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ബാക്കി വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടണേണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ വീഡിയോ ആണ്. ഇന്നലെ കൂടുതലൊന്നും ചെയ്തില്ല, നമ്മുടെ സാറ്റ്നെയിം ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തൊരു ദിവസമായിരുന്നു. കുറച്ച് നേരം അങ്ങനെ കിടന്ന് വിരുന്നൊക്കെ കുറേ റെസ്റ്റൊക്കെ എടുത്ത് നമുക്കൊരു ചില ദിവസങ്ങളിൽ അങ്ങനെ വേണമല്ല. എപ്പോഴും നമ്മളിങ്ങനെ മെഷീൻ പോലെ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വല്ല സ്ഥലത്തേക്കൊക്കെ കാഴ്ച കാണാനും വൺ ഡേ ട്രിപ്പ് പോകാനും എന്നും എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആളാണ്. എനിക്കും ഇഷ്ടമല്ല, പപ്പക്കും ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മളുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് റിച്ചാനും അങ്ങനെയൊക്കെ തന്നെയാണ്. റിച്ചാനും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പുറത്ത് കറങ്ങി നടക്കണമെന്ന് ഒട്ടും ഇഷ്ടമല്ല. റോജർ ഇടയ്ക്ക് പോകും, റയൻ ഒട്ടും തന്നെ പോകില്ല. റയന് വീടാണ് സ്വർഗം, ഞങ്ങളെപ്പോലെ തന്നെയാണ്. വീട്ടിൽ വരുമ്പോഴാണ് സമാധാനമാണത്. റോജറാണ് കുറച്ചെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോണത്. അപ്പോൾ അങ്ങനെ നമ്മളിന്നിപ്പോൾ ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇത്തിരി അച്ചിങ്ങ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഫ്രിഡ്ജിരിക്കുന്നുണ്ട്, അതും ഒന്ന് എടുത്തിട്ട് മെഴുക്ക് പുരട്ടിയാക്കി ഈ മീനും വറുക്കാം. പിന്നെ ചാറൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല, തേങ്ങ തീർന്ന്. രാവിലെ പുട്ടുണ്ടാക്കിയപ്പോൾ തേങ്ങ തീർന്നു, പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കണം. അപ്പോൾ ആ ഒരു മടി ഓർത്തിട്ട് ഞാൻ ചാറൊന്നും ആക്കിയിരുന്നെങ്കിൽ ഇതിൽ തേങ്ങച്ചാറ എന്തെങ്കിലും ഒരു പരിപ്പ് ചാറ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കാമായിരുന്നു മനസ്സുകൊണ്ട് വിചാരിച്ചെങ്കിലും തേങ്ങ ചിരണ്ടാനുള്ള ശക്തിയായ മടി വന്നതുകൊണ്ട് അതൊഴിവാക്കി. എപ്പോഴും നമ്മൾ ഈ പെർഫെക്ഷനാക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇത്തിരി പെർഫെക്ഷനൊക്കെ ഒന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് ചില സമയത്ത് ഞാൻ വരാറുണ്ട്. എന്നാലേ നമുക്ക് റെസ്റ്റും കിട്ടുള്ളൂ കേട്ടോ. എല്ലാം നമ്മൾ മനസ്സ് വിചാരിച്ച പോലെ തന്നെ സെറ്റാക്കണം. ഇപ്പോൾ അവിടെ അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു അതെല്ലാം ഒതുക്കി ചായച്ച് പെറുക്കി വെക്കണം, അവിടെ തുടച്ച് വൃത്തിയാക്കണം. ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കണം. ഇതൊക്കെ നമുക്ക് ചില സമയത്ത് നടക്കില്ല. അപ്പോൾ അതിനെ കണ്ണടച്ച് കളയലേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഏതായാലും ചാറ് ഞാൻ കണ്ണടച്ച് കളഞ്ഞെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ സാറ്റിനൊക്കെ ആണെങ്കിൽ അങ്ങനെ
ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ സാറിനൊക്കെ ചിക്കൻ കറി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും അത് കൂട്ടിയിട്ടായിരിക്കുള്ളൂ കഴിക്കണത്. പിന്നെ മീൻ വറുത്തതൊക്കെ ഇഷ്ടമാണ്. ഇനി സാറിന് ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിക്കണത്. രാവിലെയും അവിടെ നിന്ന് തന്നെയാണ് കഴിക്കണത്, ഓഫീസിൽ നിന്ന് തന്നെ കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പാക്ക് ചെയ്ത് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2 ദിവസത്തേക്ക് മാത്രമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ തരാം. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് 2 ദിവസം പുറത്തെ ഭക്ഷണം വീട്ടിൽ നിന്നൊന്നും മാറി കഴിക്കുമ്പോൾ അതൊരു ചേഞ്ചാണ്. അപ്പോൾ അതുപോലെ സാറിനൊക്കെ അതൊരു ചേഞ്ച് ആകണം എന്ന് തോന്നണമെങ്കിൽ അവിടെ നിന്ന് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലും അങ്ങനെ കൊണ്ടുപോകാറില്ല, അതുകൊണ്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ കുറേയധികം ദിവസങ്ങളായിട്ട് ഒരുപാട് കുറവും എല്ലാമായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ യൂട്യൂബ് വർക്ക് തുടങ്ങിയ കാലം മുതൽ ഉറക്കക്കുറവുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മുടെ കല്യാണ തിരക്കും കല്യാണ ടെൻഷനുകളെല്ലാം കൂടി നമ്മൾക്ക് ഉറക്കക്കുറവ് നല്ല രീതിയിലുണ്ട്. എത്ര തന്നെ ഉറങ്ങിയിട്ടും ഉറക്കം തീരാത്തൊരവസ്ഥയാണ് കേട്ടോ. ഉച്ചക്കൊക്കെ ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കുമ്പോൾ ഉറങ്ങിയിട്ട് തളർന്നു പോകുന്നു. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം തീരാതെ തന്നെയാണ് എഴുന്നേൽക്കണത്, അല്ലാതെ ഉറക്കം തീർന്ന് നല്ല ഫ്രഷായിട്ടല്ല എഴുന്നേൽക്കണത്. വീണ്ടും ഉറങ്ങണം, എഴുന്നേൽക്കാനേ തോന്നണില്ല. അങ്ങനത്തെ ഒരു ഉറക്കക്ഷീണം നിൽക്കുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ ഒരു ദിവസമായിരിക്കാം ഉറക്കം നിന്നേക്കുന്നത്, പക്ഷെ നമ്മളുടെ ആ ഒരു ദിവസത്തെ ഉറക്കക്ഷീണം തീരണത് ഒരാഴ്ച ഉറങ്ങിയാലായിരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ശരീരത്തിന് അങ്ങനെ തളർച്ച അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഉറക്കം ഒരുപാട് നേരം കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥ ഇപ്പം തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വേഗം കഴിച്ചതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. റിച്ചാനാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലൊരു സുഖമില്ല. പിന്നെയാണെങ്കിൽ റിച്ചാനിന് പരീക്ഷ ഉള്ളതുകൊണ്ട് അത് ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്ലോട്ടും നോക്കി കുറേ നേരം ഇരുന്ന്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ബുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ റിച്ചാനിന് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റിച്ചാനിന് ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസം സാറ്റിനെ കൂടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പഠിക്കാനുള്ള ബുക്കൊന്നും പുറത്തോട്ട് എടുത്തിട്ടുണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ എടുത്ത് തുടങ്ങണം. കാരണം സാറ്റിനൊക്കെ 2 ദിവസം മാത്രമാണ് ഓഫീസിൽ പോകേണ്ടതെങ്കിലും ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ സാറ്റിന് തിരക്കിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് റിച്ചാർഡും പഠിച്ചു തുടങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ അച്ചിങ്ങയും മീൻ വറുത്തതും ഒക്കെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടുതൽ ആളുകളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ അച്ചിങ്ങ മേടിച്ചാൽ, എന്നുണ്ടെങ്കിൽ 1/4 കിലോയെ മേടിപ്പിക്കുള്ളൂ. 1/4 കിലോ പച്ചക്കറിയിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കിടക്കും. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് പഴകിയെടുത്ത് കഴിക്കണം. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. പച്ചക്കറിയൊക്കെ അന്നന്ന് തീരണതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ 1/2 കിലോ അച്ചിങ്ങ ഉണ്ട്. കഴിച്ച് തീർക്കൂലേ എന്ന് സംശയം തോന്നി എനിക്ക്. അപ്പോൾ സാറ്റൻ കാണുന്നുണ്ടെങ്കിൽ ചോറും കറികളും അത്ര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നണില്ല, വളരെ കുറച്ച് കഴിക്കുള്ളൂ. ഇപ്പോൾ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ളതൊക്കെ റിച്ചാനെ പോലെ തന്നെ അത് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പലഹാരങ്ങൾ ഇങ്ങനെ പൂരിയൊക്കെ കഴിക്കണത് അതൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ പൂരിയൊക്കെ എണ്ണ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, എങ്കിലും നമുക്ക് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ റിച്ചാൻ്റെ ഫ്രൈഡ് റൈസും ഒക്കെ ഒന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ തണുപ്പ് മാറ്റാൻ വേണ്ടി. തത്തമ്മക്ക് സിക്കവപ്പം പൊട്ടവപ്പം ഏതാ വേണ്ടത്? പൊട്ടപ്പം മതിയാ കുഞ്ഞിന്? പൊട്ടപ്പം മതിയാ കുഞ്ഞിന്? തത്തമ്മോ പോണ കുഞ്ഞ്? പൊട്ടപ്പം തരട്ടെ കുഞ്ഞിന്? പൊട്ടപ്പം ഉണ്ടാ? പൊട്ടപ്പം തരട്ടെ കുഞ്ഞിന്? ആടാ കുഞ്ഞ് കഴിക്കണുണ്ട്. പിന്നെ നമ്മളുടെ മനസ്സമ്മതത്തിന് കല്യാണത്തിൻ്റെയും ഡ്രസ്സിൻ്റെ എടുത്തത് എവിടെയാണ്, സ്റ്റഫ് എന്താണ്, വില എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ചെറുതായതുകൊണ്ട് അത് ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ മനസ്സമ്മതത്തിന് കൊടുത്ത സാരി ക്രഷ്ഡ് ഓർഗൻസ് എന്നാണ് മെറ്റീരിയൽ എന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ മറന്നുപോയി. അതൊക്കെ പുളിമുട്ടിയിൽ നിന്ന് എടുത്തത് കേട്ടോ. പുളിമുട്ടി അൽമറയിൽ നിന്നാണ് നമ്മളെല്ലാം തന്നെ എടുത്തത്. ആകെ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സാരി മാത്രമാണ് മിലനിൽ നിന്ന് എടുത്തത്. അപ്പോൾ ആ സാരിയുടെ വില വന്നത് 11,000 സംതിങ് ആണ്, 12,000 താഴെ. പിന്നെ റോജറിൻ്റെയും റിച്ചാൻ്റെയും പപ്പടയൊക്കെ ഡ്രസ്സെന്ന് പറയുമ്പോൾ റോജർ മനസ്സമ്മതത്തിന് കൊടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. അത് 20,000 ആയിരുന്നു അതിൻ്റെ വില. പിന്നെ റിച്ചാൻ്റെതും ഒക്കെ അൾമറയിൽ നിന്ന് എടുത്തത് 10,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. റിച്ചാൻ്റെ മനസ്സമ്മതത്തിൻ്റെ ഡ്രസ്സ്. പപ്പയുടേതാണെങ്കിൽ ഏകദേശം ഒരു പാൻറ്റ് ഷർട്ടും കൂടിയിട്ട് ഒരു 8,000 അടുത്ത് പപ്പടത് ആയിട്ടുണ്ടായിരുന്നു. അത് ബ്രാൻഡഡ് ആയതുകൊണ്ട്.
പിന്നെ കല്യാണത്തിന് ഞാൻ പറഞ്ഞായിരുന്നില്ല, എൻ്റെ ഈ സാരി കാഞ്ചീപുരം സാരിയാണ്, അത് 13,000 രൂപയാണ് മിലനിൽ നിന്ന് എടുത്തത്. പിന്നെ റിച്ചാർഡിന് എല്ലാവർക്കും നമ്മൾ പപ്പക്കും എല്ലാവർക്കും നമ്മൾ അൽമറയിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. റിച്ചാർഡിൻ്റെ സ്യൂട്ടിന് വന്നത് 15,000 ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഷർട്ടൊക്കെ ഏകദേശം 3,000 രൂപ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരു 18,000 എന്ന് പറയാം. പിന്നെ റോജറാണെങ്കിൽ 25,000 ആയിരുന്നു റോജറിൻ്റെ സ്യൂട്ടിൻ്റെ വില. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബനിയാൻ പോലത്തെ ഒരു സംഭവമായിരുന്നു, അതും ഏകദേശം എനിക്ക് തോന്നുന്നത് 2,000 രൂപ എടുത്ത് അതിന് വിലയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുമ്പോൾ അത്രയും വില വന്നിട്ടുണ്ട്. പപ്പക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പാൻറ്റും ഷർട്ടും നേരത്തെ തന്നെ പപ്പക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 ദിവസം മുമ്പേ റിച്ചാനൊരു നിർബന്ധം പപ്പ സ്യൂട്ട് ഇടണം. അങ്ങനെ പിന്നെ പപ്പക്ക് സ്യൂട്ട് എടുത്തെങ്കിലും പപ്പക്ക് പാൻസ് ഒന്നും പാകം ഉണ്ടായിരുന്നില്ല സ്യൂട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ പപ്പക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്യൂട്ടാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. അതിൻ്റെ ആ കളറൊന്നും പപ്പക്ക് അത്ര ഇഷ്ടമാണെന്നില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട കളർ നോക്കുമ്പോൾ പാൻസ് പാകം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. അങ്ങനെ പപ്പയുടെ സ്യൂട്ട് മാത്രമാണ് 6,000 നമുക്ക് ഭയങ്കര വില കുറവായിട്ട് കിട്ടിയത്. അതിൻ്റെ ഉള്ളിലിരുന്ന ഷർട്ടിന് ഏകദേശം 2,000 രൂപയുണ്ടായിരുന്നു, അത് വേറെ എടുക്കണം. അപ്പോൾ ഇവർ 3 കൂടി നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. റൈനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോട്ടോ ഇത്ര മനോഹരമായിരുന്നു എന്നുള്ളത്. സാരമില്ല, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്